ഈയിടെയായിട്ട് നമ്മൾ പല സെലിബ്രിറ്റീസിന്റെയും അല്ലെങ്കിൽ സ്പോർട്സ് താരങ്ങളായാലും സിനിമാ താരങ്ങളായാലും മറ്റു വലിയ വലിയ ബിസിനസ് ആളുകളായാലും അവരുടെയൊക്കെ ഇന്റർവ്യൂസിൽ നമ്മൾ പ്രധാനമായിട്ടും കേൾക്കുന്ന ഒരു തിയറി അല്ലെങ്കിൽ ഒരു വേർഡ് വേണമെങ്കിൽ നമുക്ക് പറയാം മാനിഫെസ്റ്റേഷൻ എന്ന് പറയും അല്ലെ. അല്ലെങ്കിൽ അതോടൊപ്പം മാനിഫെസ്റ്റേഷനോടൊപ്പം ചേർത്ത് വായിക്കാൻ പറ്റുന്ന മറ്റൊരു തിയറി കൂടിയാണ് മിനിമലിസം. മിനിമലിസം എന്നുള്ള ടേം. എന്താണ് ഈ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ മിനിമലിസം? ഈ ലോകം മുഴുവൻ ഇന്നും ഈ സെലിബ്രിറ്റീസിന്റെയും ഈ ബിസിനസ് മാൻമാരുടെ ഒക്കെ ഇന്റർവ്യൂവിന്റെ പിന്നിലെ മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് അതിന്റെ പിന്നാലെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. റിയലാണോ? അത് റിയൽ ആണോ, എന്താണ് മാനിഫെസ്റ്റേഷൻ എന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മാനിഫെസ്റ്റേഷന് യഥാർത്ഥത്തിൽ ഒരു കൃത്യമായ ഡെഫിനേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അഥവാ ഒരു ബ്രസീലിയൻ പ്രശസ്ത എഴുത്തുകാരന് പൗലോ കൊയ്ലോ അദ്ദേഹത്തിന്റെ പുസ്തകമായ ആൽക്കമിസ്റ്റിൽ എഴുതി വെക്കുന്നുണ്ട്. മൂപ്പര് പറഞ്ഞ മാതിരി എന്ത്, നമ്മളിപ്പോ ഒരു ആഗ്രഹമായിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ലോകം നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരു കാര്യത്തിൽ തീവ്രമായി ആഗ്രഹിച്ച ഒരു സ്ഥാനത്തേക്ക് ഇറങ്ങിയാൽ ലോകം എന്താണ്, അത് നമ്മളെ ഫ്രണ്ട്സ് ആയിട്ടും മറ്റു രൂപത്തിലൊക്കെ ആയിട്ട് നമ്മളെ കൂടെ എന്തായാലും ലോകം നിൽക്കും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മാനിഫെസ്റ്റേഷൻ പറഞ്ഞു വെക്കുന്നത് പൗലോ കോയിലോ പണ്ട് പറഞ്ഞതുപോലെ ഒരു തീവ്രമായ ആഗ്രഹം നമ്മുടെ മനുഷ്യനുണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹത്തിന് പിന്നിൽ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. പ്രകൃതി മൊത്തം പ്രകൃതി സപ്പോർട്ട് ചെയ്യുന്നു. സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. മാനിഫെസ്റ്റേഷൻ ഒരു ഭൗതികമായിട്ടുള്ള ഒരു വാദം അല്ലെങ്കിൽ ഒരു ആശയമാണ് എന്ന് നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ പറയാം അല്ലെ. പക്ഷെ ഒരു വിശ്വാസിക്ക് എങ്ങനെ മാനിഫെസ്റ്റേഷൻ ചെയ്യാം? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മാനിഫെസ്റ്റേഷൻ അവന്റെ ജീവിതത്തിൽ വർക്ക് ചെയ്യും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട് അല്ലെ. ഇസ്ലാം മത വിശ്വാസികളുണ്ട്, അതുപോലെ ഹിന്ദു മത വിശ്വാസികളുണ്ട്, ക്രിസ്തു മത വിശ്വാസികളുണ്ട്, ജൂതമത വിശ്വാസികളുണ്ട്. അപ്പൊ വിശ്വാസത്തിന്റെ പല തലങ്ങളിൽ കിടക്കുന്ന വിശ്വാസികൾക്ക് എങ്ങനെ ഈ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. ഒരു യുക്തിവാദിക്ക് മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യാൻ വലിയ പ്രകൃതിയോട് connect റിസ്ക് ഇല്ല. ചെയ്തിട്ട് പ്രകൃതിയോട് കണക്ട് ചെയ്തിട്ട് നമുക്കതിനെ പറയാം. അപ്പൊ നേരത്തെ പൗലോ കോയിലോ ഒക്കെ പറഞ്ഞതുപോലെ ഒരു തീവ്രമായ ആഗ്രഹം മനുഷ്യനുണ്ടെങ്കിൽ ആ പ്രകൃതി മൊത്തം ചെയ്ത് ലോകം തീരുന്നത് വരെ തന്നെ അവന്റെ കൂടെ ഉണ്ടാവും. തീരുന്ന വരെ കംപ്ലീറ്റ് ആണ് വരെ അവന്റെ കൂടെ ഉണ്ടാകും എന്നുള്ളത്, അത് അവൻ ആയി മാറും എന്നുള്ളതാണ്. ഒരു വിശ്വാസിക്ക് എങ്ങനെ ഈ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. ഇപ്പൊ ഇസ്ലാമില് മാനിഫെസ്റ്റേഷന് വളരെ കൃത്യമായിട്ട് ഇസ്ലാം മത വിശ്വാസിക്ക് മാനിഫെസ്റ്റേഷന് വളരെ കൃത്യമായിട്ട് പഠിച്ചവനത് കാണിച്ചു കൊടുക്കുന്നുണ്ട് മൂന്ന് എന്നുള്ളത്. രീതിയിലൂടെയാണ് കാര്യമായിട്ട് ഇസ്ലാം അത് കാണിച്ചു കൊടുക്കുന്നത്. ഒന്ന് നീയത്ത്, നിയ്യത്ത്, പിന്നെ തവക്കുൽ, തവക്കുൽ, ദുആ ദുആ എന്നുള്ളതാണ്. ഈ മൂന്ന് വളരെ പ്രധാനപ്പെട്ട എന്നാൽ വളരെ മിനിമൽ ആയിട്ടുള്ള ആശയം കൂടിയാണ് ഇസ്ലാം പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ മാനിഫെസ്റ്റേഷനും ഉണ്ട്, എന്നാൽ മിനിമലിസും ഉണ്ട്. ഈ രണ്ട് ആശയങ്ങളും ഇസ്ലാം വളരെ കൃത്യമായിട്ട് ഇതിൽ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ദുആ എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ്, ഒരു മാനിഫെസ്റ്റേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു ഇസ്ലാം മത വിശ്വാസി അല്ലെങ്കിൽ ഏത് വിശ്വാസി ആവട്ടെ അവന്റെ മതത്തിൽ അവൻ വിശ്വസിക്കുന്ന ദൈവത്തെ അവൻ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. ദുആ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാമിൽ പഠിച്ചവന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഉദുഊനി അസ്തജിബ് ലക്കും എന്നുള്ളതാണ്. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും എന്നുള്ളതാണ്. പ്രാർത്ഥിച്ചാൽ മതി, അതെന്തായാലും നമുക്ക് ഉത്തരം കിട്ടും എന്നുള്ളത് നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ തരാൻ തയ്യാറാന്നുള്ളതാണ്. പഠിച്ചവൻ അങ്ങനെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അഥവാ നമ്മളൊരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമുക്കത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. എനിക്കൊരു ബിസിനസ്സുകാരനാവണം, അല്ലെങ്കിൽ ഞാൻ നാളെ വലിയൊരു പ്രഭാഷകനാവണം, അല്ലെങ്കിൽ നാളെ എനിക്കൊരു യൂട്യൂബ് ചാനൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്ളോഗർ ആവണം എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു വിശ്വാസിയോട് പഠിച്ചവൻ പറഞ്ഞിട്ടുള്ളത്, ഇസ്ലാം മത വിശ്വാസിയോട് പഠിച്ചവൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഉദുഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും എന്നുള്ളതാണ്. വളരെ മിനിമൽ ആയിട്ടുള്ള സാധനമാണ്. നമുക്കത് ആ ഡെഫിനിഷനെ പറയാൻ പറ്റും. ഒരു റിസ്ക്കും ഇല്ല. പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു റിസ്ക് ഉള്ള കാര്യമല്ല. അല്ല, പൈസക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, മറ്റ് സാമ്പത്തികമായ ബുദ്ധിമുട്ടില്ല, ശാരീരികമായ ബുദ്ധിമുട്ടില്ല. നമ്മൾ ഒന്ന് മെന്റലി നമുക്കത് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാം, നമുക്ക് വായ കൊണ്ട് പറയാം, എങ്ങനെയും ചെയ്യാന്നുള്ള. ഈ പ്രാർത്ഥനയോടൊപ്പം തന്നെയാണ് നീയത്ത്. ഇപ്പം നമ്മൾ എന്ത് പ്രവർത്തനം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ നീയത്ത് എങ്ങനെയുണ്ട് അങ്ങനെ അനുസരിച്ചാണ്. ഇപ്പം പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ദൃഢമായ വിശ്വാസം വേണം, അള്ളാഹു ഇതിന് ഉത്തരം നൽകും, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടും. അതിന് പ്രധാനമായിട്ട് റസൂലിന്റെ വാക്ക് നമുക്ക് പറയാൻ പറ്റും, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. എല്ലാ പ്രവർത്തനങ്ങളും നീയത്ത് കൊണ്ടാണ്. നീയത്ത് മനസ്സിലെന്താണ്, ഒരു എന്തിനെ കുറിച്ചാണ് ഒരു നീയത്ത് വേണം. ആ നീയത്തിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അതോട് തവക്കുൽ പറഞ്ഞത് ഇപ്പം ദുആ ചെയ്യുകയാണെങ്കിലും നീയത്തൊക്കെ ആണെങ്കിലും തവക്കുൽ, അള്ളാഹുലേക്ക് തവക്കുൽ ചെയ്യാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹുവിനെ പറയുന്നുണ്ട്, അന ഇന്ദ വന്യ അബ്ദി ബി, എന്നെ കുറിച്ച് എങ്ങനെയാണോ എന്റെ അബ്ദ് എന്നെ കുറിച്ച് ചിന്തിക്കണത് ഞാൻ അതാണ്. ഇപ്പൊ ഒരാൾക്ക് ഇപ്പൊ നിരന്തരമായിട്ട് ഇപ്പൊ അപകടം ഇങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് സ്വാഭാവികമായിട്ടും അയാൾ വിചാരിക്കും ക്രൂരനാണെന്ന് വിചാരിക്കുന്നു. അവന്റെ അടുത്ത് ക്രൂരനായിരിക്കും. പക്ഷെ എല്ലാ കാര്യത്തിലും സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരാണെങ്കിൽ അള്ളാഹു എന്ത് എന്നെ ചേർത്ത് വിളിക്കുന്ന അതാണ്.
ഈ അത് ഈ മൂന്ന് തവക്കുല്. സംഭവങ്ങൾ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദുആവും നീയത്തും തവക്കുലൊക്കെ മാനിഫെസ്റ്റേഷന്റെ ഓരോ സ്റ്റെപ്പുകളാണ്, വളരെ മിനിമലാണ്. ഇപ്പൊ ദുആ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റിസ്ക് ഉള്ള കാര്യമല്ല, നീയത്തോടെ റിസ്ക് ഉള്ള കാര്യമില്ല, തവക്കുല് റിസ്ക് ഉള്ള കാര്യമില്ല. ഈ മൂന്ന് കാര്യങ്ങളും കൂടി ചേരുന്ന സമയത്ത് നമ്മൾ എന്താണോ ആവാൻ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമായിട്ടും സിമ്പിൾ ആയിട്ട്, പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ഹാർഡ് വർക്ക് കൂടെ ഒരു ഭൗതികപരമായിട്ടുള്ള ഒരു സംഭവം കൂടെ അതിലേക്ക് ചേരുന്ന സമയത്ത് നമ്മൾ സാഹചര്യങ്ങൾ ഒപ്പം നിൽക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയിപ്പോ മാനിഫെസ്റ്റേഷന്റെ നമ്മൾ ഇതിന് ഭൗതിക വശങ്ങളും ഉണ്ട് കേട്ടോ. ഇതിന് ഭൗതിക വശങ്ങൾ വളരെ രസകരമായിട്ടുള്ള സംഭവമാണ്. അതിൽ ഒന്നാമത്തെയാണ് വിഷ്വലൈസേഷൻ എന്നുള്ളത്. ഞാൻ എങ്ങനെയാണ് ആവേണ്ടത്, ഞാൻ ആദ്യം എന്റെ നെഫ്സിൽ തന്നെ, എന്റെ മനസ്സിൽ തന്നെ കാണും ഞാനിങ്ങനെ ആയിരിക്കും വലുതായാലും. ഞാനിപ്പോ എന്റെ ആഗ്രഹം ഒരു വ്ളോഗർ ആവാനാണ്, ഞാൻ ഇപ്പൊ ഒരു വ്ളോഗർ ആണ്. നമ്മളത് പിക്ചറൈസ് ചെയ്യുക നമ്മുടെ മൈൻഡിൽ, നമ്മളെ ഫുൾ ടൈം ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യുക, അത് കാണുക, ഒരു ഡ്രീം പോലെ നമ്മൾ തുടർന്നുകൊണ്ട് എന്താണ് ആവേണ്ടത് ആവാന്നുള്ളത്. ഞാൻ ആവണ സാധനം അഫർമേഷൻ. എനിക്ക് അതായാൽ മതി, എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പൊ ഒരു എഞ്ചിനീയറേ ഉള്ളൂ, ഒരു പ്ലംബർ വേറെ ഓപ്ഷന്റെ മുമ്പിൽ ഇല്ല, അത് തന്നെ ആവുക എന്നുള്ളത്. അപ്പൊ ഈ രണ്ട് തിയറിയും ഭൗതികപരമായിട്ട് എന്താണ് മാനിഫെസ്റ്റേഷനെ ശക്തിപ്പെടുത്തുന്ന സംഭവം ഹാർഡ് വർക്കിലേക്ക്. അപ്പൊ ഈ വിഷ്വലൈസേഷനും ഈ അഫർമേഷനൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നീയത്തും തവക്കുലൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ എന്ത് കാര്യമാണോ കരുതുന്നത് അത് അതിലേക്ക് വരുന്നുണ്ട്. അള്ളാഹുവിനെ നമ്മൾ എങ്ങനെയാണോ കരുതുന്നത് അതുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ വിഷ്വലൈസേഷന്റെ ഒരു രീതിയാണ്. അഫർമേഷൻ ആണ് നമുക്ക് തവക്കുല്. അള്ളാഹുവിനെ തവക്കുലാക്കിയിട്ടാണ്, അള്ളാഹുവിന് ഫുൾ കാര്യം നമ്മൾ ഏൽപ്പിച്ചിട്ടാണ് എന്താവുന്നത്, നമ്മളെ ഇറങ്ങുന്നത് ആ കാര്യത്തിലേക്ക് എന്നുള്ളതാണ്. നമ്മളിപ്പോ ഈ മാനിഫെസ്റ്റേഷന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാനിഫെസ്റ്റേഷന്റെ ഇപ്പൊ ചേർത്ത് വെക്കേണ്ട മറ്റൊരു സംഭവമാണ് മിനിമലിസം എന്നുള്ളതാണ്. മാനിഫെസ്റ്റേഷൻ ഏറ്റവും കൂടുതൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും മിനിമലിസത്തിലൂടെ ആയിരിക്കും. ചെറിയ ചെറിയ കാര്യത്തിലൂടെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. പഠിച്ചെന്റെ കൂടെ ഉണ്ട്, പ്രപഞ്ചം മൊത്തം എനിക്കൊരു സന്തോഷം നൽകുമ്പോ സാഹചര്യങ്ങളൊക്കെ എന്റെ കൂടെ ഒത്തിട്ടാണ് എനിക്ക് സന്തോഷം കിട്ടിയത് മിനിമലിസത്തിലൂടെ. മിനിമൽ വളരെ സിമ്പിൾ ആണ്, സിമ്പിൾ സിംപ്ലിസിറ്റി എന്നുള്ളത് തന്നെയാണ് ആ വേർഡ് പറയുന്നത് പോലെ തന്നെ. മിനിമൽ ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് പോലെ മിനിമൽ ആയിട്ട് ഡെസ്റ്റിനേഷൻ വെഡിങ് പോലെ കല്യാണങ്ങളെയൊക്കെ കുറെ ആൾക്കാരെ വിളിച്ചതിന് പകരം കുറച്ച് ആൾക്കാരെ വിളിച്ച് വളരെ വൃത്തിക്ക്, കുറച്ച് ഫാമിലിയിലൊക്കെ വിളിച്ചാൽ വൃത്തിക്ക് മിനിമലാക്കിയിട്ട് നടത്തുക എന്നുള്ളതാണ്. അപ്പോ സ്വാഭാവികമായിട്ട് നമ്മളൊരു വിവാഹം കഴിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവും, എന്റെ വിവാഹങ്ങൾ ഇങ്ങനെ ആയിരിക്കണം, വളരെ ഭംഗിയായിട്ട് വളരെ വൃത്തിയായിട്ട് തീരുന്നുണ്ടാവും. അതൊരു മാനിഫെസ്റ്റേഷന്റെ ഭാഗമായിട്ട് വരുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ, സ്വാഭാവികമാണ്. അപ്പോ അതില് വളരെ മിനിമലായിട്ട് ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ടതാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ മാനിഫെസ്റ്റേഷനും മിനിമലിസം എന്നുള്ളത് മനുഷ്യന്റെ ജീവിതത്തിൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഓൾറെഡി ആ വിശ്വാസിക്ക് മതം അത് മുമ്പേ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. മിനിമലാണ് എല്ലാ മതങ്ങളും എന്താകുന്നത് പറയുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ സിമ്പിൾ ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ്, വളരെ സിംപ്ലിസിറ്റി ആവുക എന്നുള്ളതാണ്. അമിതമായിട്ട് ഭക്ഷണം ചെലവഴിക്കാനോ സമ്പത്ത് ചെലവഴിക്കാനോ ഇസ്ലാം എന്താന്ന്, ഇസ്ലാം എന്നുള്ളതല്ല ഏത് മതങ്ങളായാലും അതിനെ എതിർക്കുന്നുണ്ട് എന്നുള്ളതാണ്. മതങ്ങൾക്കപ്പുറത്തേക്ക് ഭൗതിക ആശയങ്ങൾ പോലും എന്താവുന്നുണ്ട് ഇത്തരം മിനിമലിന് ഓപ്പോസിറ്റ് നടക്കുന്ന സിംപ്ലിസിറ്റി ആയി ജീവിക്കുക എന്നുള്ളതാണ്. സിംപ്ലിസിറ്റിക്ക് അപ്പുറത്തേക്ക് എന്താവുന്നില്ല, ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ലോകത്തിന് സന്തുലിതാവസ്ഥ കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ മിനിമലായി ജീവിക്കണം. നമ്മളെ അടുത്തുള്ള പൈസ നമ്മൾ എന്തായിരിക്കണം, ഇല്ലാത്തവനെ കൊടുക്കണം എന്നുള്ള, എന്നിട്ട് നമ്മൾ എന്താവാ മിനിമലായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് സ്വാഭാവികമായി നമ്മൾ നേരത്തെ പറഞ്ഞ മാനിഫെസ്റ്റേഷനിലേക്ക് നമ്മൾ എന്താവും പതിയെ പതിയെ നമ്മൾ എന്താവും നടന്നെത്തുകയും നമ്മൾ ആഗ്രഹിച്ച ആ കാര്യത്തിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും. വളരെ സിമ്പിൾ ആണ് ആ തിയറി എന്നുള്ളത്.